അവൾ തന്നെയാണ് അല്ലേ? എനിക്ക് വിശ്വാസമാകാൻ വേണ്ടിയല്ലേ അവൾ ഇങ്ങനെ കാട്ടിത്തന്നത്? മാഡത്തിന് മാത്രമേ ഇനി എന്നെ സഹായിക്കാൻ കഴിയൂ. ആത്മഹത്യയോ കൊലപാതകമോ എന്ന് നമുക്കെങ്ങനെ തീർത്ത് പറയാൻ പറ്റും? രാധിക ഇന്നവിടെ ടീച്ചറെ കാണാനോ മറ്റോ വന്നിരുന്നു മാഡം? ഇല്ല സാർ, രാധിക ടീച്ചർ കഴിച്ചൊരു കത്ത് ഇവിടെ കിട്ടിയിരുന്നു. ഓഹോ, അല്ല അതിലെന്താ എഴുതിയിരുന്നേ? ശരിക്കും അതൊരു ആത്മഹത്യക്കുറിപ്പ് തന്നെയായിരുന്നു സാർ. എല്ലാം തകർന്നവളെ പോലെ. ഉച്ചയോടെ ഈ ഭാഗത്ത് കറങ്ങി തിരിഞ്ഞു നടക്കുന്നതായി കണ്ടവരുണ്ട്. ഇനിയിപ്പോ താമസിയാതെ ടീച്ചർ വിവരം ധരിപ്പിക്കണം. ഇവിടുത്തെ ഫോർമാലിറ്റീസ് വളരെ ഫാസ്റ്റായി ഞാൻ മൂവ് ചെയ്യിച്ചോളാം. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ ഉടൻ ബോഡി ധനപാലിന് വിട്ടുകൊടുക്കും. ഓക്കെ മാഡം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ശരി സാർ. ടീച്ചറെ, വെള്ളം. മീനാക്ഷി എവിടെ? മുത്തുവിന്റെ കാലിൽ മരുന്നരച്ചിടുക. മുത്തുവിന് തീരെ നടക്കാൻ വയ്യ, കാലിലെല്ലാം നീര് വെച്ചിരിക്കുക. മീനാക്ഷി ഒന്ന് വിളിച്ചേ, ഇവിടെ വന്നിരിക്കാൻ പറ. തീരെ വയ്യെങ്കിൽ നമുക്ക് ആശുപത്രിയിൽ പോകാം ടീച്ചറെ. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്നാ കുറച്ചു നേരം കൂടി കിടന്നോളൂ. മാഡം, അത് അവൾ തന്നെയാണ് അല്ലേ? ഞാൻ പോകുന്നു. എങ്ങോട്ടാണെന്ന് ഒരു ലക്ഷ്യവുമില്ല. നമ്മുടെ തറവാട് വീടെങ്കിലും ബാക്കിയുണ്ടായിരുന്നെങ്കിൽ അമ്മയോടൊപ്പം എനിക്ക് അവിടെയെങ്കിലും വന്ന് താമസിക്കാമായിരുന്നു. ഇനിയിപ്പോൾ അതിനും കഴിയില്ലല്ലോ. പോകുന്നതിന് മുമ്പ് അമ്മയെ വന്നൊന്ന് കാണണമെന്നും എല്ലാം ഏറ്റു പറഞ്ഞ് ആ കാലിൽ വീടുന്ന് പൊട്ടിക്കരയണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. അമ്മ അതും വിശ്വസിച്ചില്ലെങ്കിലോ എന്ന് ഞാൻ ഭയന്നു. അമ്മ വീട്ടിലേക്ക് വരണം. വീട്ടിലേക്കോ? ഏത് വീട്ടിലേക്ക്? നമ്മുടെ വീട്ടിലേക്ക്. നമ്മുടെ വീടോ? നീ ഉദ്ദേശിക്കുന്നത് രേണുകയുടെ പേരിലുണ്ടായിരുന്ന ആ തറവാട് വീടാണെങ്കിൽ അതിപ്പോ നമ്മുടേതല്ല. ആ വീടും പരിസരവും ഇപ്പൊ താലോലത്തിന്റെ പേരിലാണ്. ഇവിടുത്തെ ആശ്രിതരാണ് അതിന്റെ അവകാശികൾ. അമ്മേ, എന്റെ മോളെ, എന്താ ടീച്ചർ? മാഡം, എന്റെ മോള് അവൾ പറഞ്ഞതൊന്നും എനിക്ക് വിശ്വാസമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്കെല്ലാം വിശ്വാസമായി. എനിക്ക് വിശ്വാസമാകാൻ വേണ്ടിയല്ലേ അവൾ ഇങ്ങനെ കാട്ടിത്തന്നത്? ടീച്ചർ, മാഡം വായിച്ചില്ലേ അവൾ എഴുതിയിരുന്നത്? തറവാട് വീടെങ്കിലും ബാക്കിയുണ്ടായിരുന്നെങ്കിൽ അവൾക്ക് അമ്മയ്ക്കൊപ്പം അവിടെയെങ്കിലും വന്ന് കഴിയായിരുന്നെന്ന്. ഇനി അതിന് കഴിയില്ലല്ലോ എന്ന്. ശരിയാ,
ശരിയാ, ഇനി അതിന് കഴിയില്ലല്ലോ. ഇനി ഒരിക്കലും അവൾക്ക് അതിന് കഴിയില്ലല്ലോ. എനിക്ക് മാഡം ഒരു സഹായം ചെയ്യാമോ? മാഡത്തിന് മാത്രമേ ഇനി എന്നെ സഹായിക്കാൻ കഴിയൂ. എന്താ ടീച്ചർ? എന്താണെങ്കിലും പറഞ്ഞോളൂ. തറവാടിപ്പോൾ മാഡത്തിൻ്റെതല്ലേ? ഞാനത് താലോലത്തിന് തന്നതല്ലേ? അപ്പോ മാഡം അനുവദിച്ചാ മാത്രമേ, എങ്കിൽ മാത്രമേ എനിക്ക്. എന്താ ടീച്ചർ ഇത്? ടീച്ചർ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെല്ലാം ഇപ്പോഴും ടീച്ചറിൻ്റെതാണെന്ന് ഞാൻ വിശ്വസിച്ചിട്ടുള്ളൂ. വേണ്ട, അങ്ങനെയൊന്നും വേണ്ട. ആ തറവാട് വളപ്പിൽ ഒരിത്തിരി മണ്ണ് അവസാനമായി എന്റെ മോൾക്ക് കൊടുക്കാൻ, അത് മാത്രം മതി എനിക്ക്. അമ്മയോടൊപ്പം അവിടെ വന്ന് താമസിക്കാൻ ആഗ്രഹിച്ചതല്ലേ അവൾ. ഇനി ഈ അമ്മ വരുന്നതും കാത്ത് അവൾ അവിടെ കിടന്നോട്ടെ മാഡം. ഇതിപ്പോഴേ ആത്മഹത്യയോ കൊലപാതകമോ എന്ന് നമുക്കെങ്ങനെ തീർത്ത് പറയാൻ പറ്റും? ഒന്നിനു പുറകെ ദാ മറ്റൊന്നുകൂടി. ആ ടീച്ചറെ ഇതിനും മാത്രം പാവം എന്തായിരിക്കും ശ്യാം ചെയ്തിരിക്കുക? ഓ, അവരിതെങ്ങനെ സഹിക്കുന്നു എന്നോർക്കുമ്പോഴാ കഷ്ടം. ആകെ ഉണ്ടായിരുന്ന 2 പെൺമക്കളാ. നല്ല പ്രായത്തിൽ തന്നെ അവർ, അതും ദുർമരണപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ, ഓ, ഐ കാൺ ബിലീവ് ഇറ്റ്. അല്ല, ആ ടീച്ചറെ ഇതറിഞ്ഞിട്ടുണ്ടാവില്ലേ ശ്യാം? ശ്യാമിന് എന്ത് തോന്നുന്നു? ഇതേ ഒരു സൂയിസൈഡ് തന്നെ ആയിരിക്കുമോ? CI എങ്ങനെയാണ് പറഞ്ഞത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്താണെന്ന് അറിഞ്ഞില്ലല്ലോ. സംസ്കാരം എവിടെ ആയിരിക്കുമോ ആവോ. ഏതായാലും തറവാട്ടിലിനി പറ്റില്ലല്ലോ. തറവാടും മറ്റും ഇപ്പോ താലോലത്തിന്റെ അവകാശത്തിലാണല്ലോ. അങ്ങനെ വരുമ്പോ ചിലപ്പോ ധനപാലന്റെ വീട്ടിൽ തന്നെ ആകാനേ സാധ്യതയുള്ളൂ. അയാളുടെ നിലപാട് എന്താണെന്ന് പറയാൻ കഴിയില്ലല്ലോ സാർ. അല്ല, ശ്യാമെന്താ അങ്ങനെ പറഞ്ഞത്? സാറിന് അറിയില്ല, അയാളെ വൃത്തികെട്ടവനാ. വേണ്ടി വന്ന ഒരു അനാഥ ശവം പോലെ വല്ല പുറമ്പോക്കിൽ തള്ളാനും മടിക്കില്ല. സ്വന്തം ഭാര്യയല്ലേ ശ്യാം. സമൂഹത്തെ ഭയന്നിട്ടെങ്കിലും അയാൾ മറ്റൊരു നിലപാടെടുക്കാൻ തയ്യാറാകുമോ? അയാൾക്ക് അങ്ങനെ സമൂഹത്തെ ഭയമൊന്നുമില്ല സാർ. ആ തറവാട് സ്വത്തുക്കളൊക്കെ കൈക്കലാക്കാൻ വേണ്ടി അയാൾ കളിച്ച ചില നാറിയ കഥകളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. രാധിക അതിന്റെ പേരിൽ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ടാവണം. ഇപ്പൊ ഈ ഇൻസിഡന്റ് പോലും അതിന്റെ ബാക്കിയാവാനേ സാധ്യതയുള്ളൂ. ശ്യാം, താനിപ്പോ ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. വേണ്ട ശ്യാം, വേണ്ടാത്തതൊന്നും താനിപ്പോ ഓർക്കണ്ട. മനസ്സ് വീണ്ടും വെറുതെ തളർത്തരുത്. താനിപ്പോ ഒരു കാര്യം മാത്രമേ ഓർക്കാവൂ, ഗിരി, ആ കേസ്, അത് മാത്രം. നാളെ ഗിരിയെ കോടതി ഹാജരാക്കേണ്ട ദിവസമല്ലേ? അത്യാവശ്യം റെഫർ ചെയ്യാനുണ്ടാവുമല്ലോ. ശരി, വരൂ. മെത്രയും അല്പകാലസ്ഥിതമോർഗനീ ഗാന്ധർവരുവഴിയമ്പലം തന്നെ ശാന്തരായി വിയോഗം വരും പോലെ നദ്യാമുഴുകുന്ന കാട്ടങ്ങ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയുമസ്ഥിരയല്ലോ മനുഷ്യത്തിനെത്തുമോ യൗവനവും പുനർത്തുനരധ്രുവം
മനസ്സിൽ സ്വപ്നതുല്യം സഖേ ഓർക്കേ ഗന്ധർവ നഗര സമമതിൽ മൂർഖന്മാർ നിത്യമനുക്രമിച്ച് വന്നിതുജയ ശൈലോപരി വിദ്യുതം വന്നിതു പിന്നെയും ഭാസ്കരൻ ചിത്തം അതിഭ്രമമുള്ളോർ നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കേ പുനരോട്ടറിയും നീലമായകൻ വൈഭവം ഇപ്പോൾ പകൽ വിൽപ്പാടു രാത്രിയും പകലുമുണ്ടായി ഇപ്രകാരം നൂറാത്മാക്കൾ ഏതും അറിയാതെ കാലത്തും ഈശ്വരൻ തന്നുടെ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം യാഗ്രിയെ വന്നാക്രമിച്ചിടും കൈക്കൊണ്ട് മോഹം കലർന്നു കലർന്നിടും ഗശാന്ത